ഞങ്ങളൊക്കെ ആയി വരല്ലേ അതുകൊണ്ട്. എന്തിന്റെ സമയം? എന്തിന്റെ സമയം? ഇപ്പൊ ഉച്ചയല്ലേ ആയുള്ളൂ, വൈകുന്നേരമല്ലേ കട അടയ്ക്കുന്നത്. ഇടയ്ക്ക് അതിനിടയ്ക്ക് ഒരു നമ്പർ അല്ലേ? പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു പറഞ്ഞ? ശങ്കരൻ നായർ. ഇടയ്ക്ക് ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്, സമയമായിരുന്നു. കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം പ്രധാനമായിട്ടും കോട്ടൂർ ജംഗ്ഷൻ ഇത് തന്നെ. കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം പ്രധാനമായിട്ടും ആന പരിശീലന കേന്ദ്രം എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് പ്രശ്നം. ആന പാർക്ക്. അവിടെ എന്താ ആന എന്ത് ചെയ്യുന്നു? ചികിത്സിക്കും. മാൻ പാർക്ക് നമ്മുടെ ഈ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം അതന്നെ ആന കേന്ദ്രം തന്നെയാണ് പ്രധാനമായിട്ടും അറിയുന്നത് അല്ലേ? വേറെ പ്രത്യേകിച്ച് റോഡ് ശരിയാക്കിക്കൊണ്ട് വണ്ടിയൊന്നും പോകുന്നുണ്ടെന്ന് വരെ പോവാം, നോക്കാം. അവിടെ ഈ ആനകളും വല്ലതും ഉണ്ട്? ആനയൊക്കെ ഉണ്ട്. പിന്നെ ഓക്കെ. ഈ ചേട്ടൻ്റെ പേരെന്താണ്? ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? എൻ്റെ പേര് ഷൺമുഖൻ. വർഷങ്ങളായിട്ട് തേക്കട ഇവിടെ തന്നെ. ഇതാണ് പണ്ടത്തെ പോലെയുള്ള. എത്ര വർഷമായി കാണും ഈ തേക്കട? എത്ര വർഷമായി കാണും തുടങ്ങിയിട്ട്? 45 വർഷമായിട്ട് തേക്കട ഇത് തന്നെ. ഈ രൂപത്തിൽ തന്നെ പണ്ടത്തെ കടയാണ്. ഇത് മാറ്റി ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ല, ഇങ്ങനെ തന്നെ നമ്മൾ പോകും. അന്നത്തെ മെഷീനൊക്കെ തന്നെയാണ് ഇപ്പോഴും, പഴയ മെഷീൻ തന്നെ. അതിനകത്താണ് നമുക്ക് കൈവടക്കം. ഇപ്പോഴത്തെ യൂണിഫോം ഒക്കെയാണ് അതായത്. റോഡ് വീതി കൂട്ടുമ്പോൾ കട പോകും അല്ലേ? ഇത് നമ്മുടെ സ്വന്തം കട സ്ഥലം തന്നെയാണോ? വാടക. ഓ, അപ്പൊ പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ തന്നെ വീട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കിട്ടാനില്ല. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് വീതി ആവുന്നവർ നമ്മളിവിടെ തന്നെ കാണും. പഴയ അലമാരയൊക്കെ തന്നെയാണ് അല്ലേ? ഷൺമുഖം അല്ലേ? തയ്യൽ തന്നെയായിരുന്നു പണ്ട് പോലെയുള്ള ജോലി? അല്ല, എനിക്ക് തയ്യലല്ലാതെ ആയുർവേദത്തിൻ്റെ പണിയൊക്കെ അറിയാം. ആയുർവേദ വൈദ്യത്തിൻ്റെ ചികിത്സ ഉണ്ട്. അപ്പോൾ അതും അത്യാവശ്യം ആളുകൾ വന്ന് ചോദിച്ചാൽ ചെറിയ ചികിത്സകളൊക്കെ ഉണ്ട്. തൈലം കൊടുക്കും അല്ലേ? ശരി. ഒറ്റമൂലികളൊക്കെ ഉണ്ട് കയ്യിൽ? ഒറ്റമൂലികൾ ഒറ്റമൂലിയല്ല, വാഹത്തിൻ്റെ എണ്ണയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ആശ്വാസമാണ് ആളുകൾ. നമുക്ക് പണ്ട് പോലെ അറിയാം. അത് അച്ഛനോ വല്ല വൈദ്യനോ വല്ലോ ആയിരുന്നു. അങ്ങനെ പറ. അത് പറ. അച്ഛൻ വൈദ്യനായിരുന്നുകൊണ്ട് ആ ഒരു വഴക്കം. കുടുംബപരമായിട്ട് അച്ഛനും അച്ഛൻ്റെ അച്ഛനും എല്ലാം വൈദ്യന്മാരായിരുന്നു. ചേട്ടന് തയ്യലിലോട്ട് പിടിച്ചത്? തയ്യൽ അങ്ങനെ തോന്നി, തയ്യലും കൂടെ പഠിച്ചു. എക്സ്ട്രാ ഒരു പണി കൂടി ഇരിക്കട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത് രണ്ടും കൂടെ കൊണ്ടുപോവാ. കുടുംബമൊക്കെ നന്നായിട്ട് പോവേ. അപ്പോൾ കോട്ടൂർ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു കട ഉണ്ട്, ഒരു പഴയ പരമ്പരാഗത കട അല്ലേ? ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ട് ഇങ്ങനെ പോവുക. പോകുന്ന വഴിക്ക് കുറ്റിച്ചൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ട് കൊട്ടൂരെത്തി. യൂണിഫോം പ്രധാന തയ്യൽ ഇപ്പം യൂണിഫോമേ ഉള്ളു. ബാക്കിയുള്ളതെല്ലാം റെഡിമെയ്ഡായി അല്ലേ? യൂണിഫോമിന് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയും നമ്മുടെ പണികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? പണ്ട് ഒരു കാലത്ത് ആളുകളൊക്കെ നിർത്തി തയ്ക്കുന്ന പരിപാടി, തയ്ക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലേ? ഇവിടെ ഷർട്ടും പാൻറ്റും നമ്മൾ തുണി കൊണ്ടുവന്ന് അളവെടുത്ത് തയ്ച്ചു കൊടുക്കും. റെഡിമെയ്ഡ് തന്നെ കൂടുതൽ. ഇപ്പം അല്ല, നമുക്ക് തിരക്കുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പം തിരക്ക് കുറവല്ലേ? ഇപ്പം തയ്യലൊക്കെ കുറഞ്ഞു. റെഡിമെയ്ഡ് തന്നെ മെയിനായിട്ടുള്ളത്. എല്ലാം ഏത് മോഡലാണോ കിട്ടും. നമ്മുടെ മേഖലയിൽ പണി കുറഞ്ഞിപ്പോൾ. ഇനി വേറെ പണിയൊന്നും നോക്കി പോകാനുള്ള സാധ്യതയില്ല. ഇനിയുള്ള മെഷീൻ നമ്മളുമായിട്ട് ഇന്ന് കുറേ ചവിട്ടി അങ്ങനെ പോകണം. ഞങ്ങളൊക്കെ ആയി വരല്ലേ അതുകൊണ്ട്. എന്തിൻ്റെ സമയം? എന്തിൻ്റെ സമയം? ഇപ്പൊ ഉച്ചയല്ലേ ആയുള്ളൂ, വൈകുന്നേരമല്ലേ കട അടയ്ക്കുന്നത്. ഇടയ്ക്ക് അതിനിടയ്ക്ക് ഒരു നമ്പർ അല്ലേ? ചേട്ടൻ്റെ പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു പറഞ്ഞ? ശങ്കരൻ നായർ. ഇടയ്ക്ക് ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്, സമയമായിരുന്നു. വെറുതെ ഇരുന്ന് വേറെ ആവശ്യമില്ലാത്ത പണികളൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ യൂണിഫോമിൻ്റെ പണി തന്നെയല്ലേ നടക്കുന്നത്? നിങ്ങൾ പണികൾ നടക്കട്ടെ. നമ്മളിങ്ങനെ കയറി ഒരു സ്ഥലങ്ങൾ കണ്ടു. എനിക്ക് ഇത് നല്ല രസം തോന്നുന്നുണ്ട് ഈ പഴയ കട. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാനിങ്ങനെ സ്ഥലം കാണുന്ന ആളാണ്. മോളിൽ പോകണം. വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് നമുക്ക് പോയാലോ? എന്നാ പിന്നെ വീട്ടിൽ ചെന്നാൽ ഊണ് കിട്ടും.
നമുക്ക് ഊണൊക്കെ കഴിച്ചിട്ട് പോയി കയറാം. അല്ലേ അല്ലേ, എന്തായാലും കുറച്ച് സമയമായി വരും. ഞങ്ങൾ കോട്ടൂർ പോയിട്ട് വരാം. അപ്പോൾ രമണ്ണ, ഞങ്ങളെ ചേട്ടാ സന്തോഷം നിങ്ങളെ ഇങ്ങനെ കണ്ട്. നമ്മൾ ഈ ഇതുപോലെ ഇങ്ങനെ കോട്ടൂരും ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ സ്ഥലങ്ങളിലുള്ള ഇതുപോലുള്ള ആളുകളെയൊക്കെ കണ്ട് രണ്ട് വാക്ക് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു മനസ്സും ഒരു തൃപ്തി, ഒരു സന്തോഷം. നമ്മളിനെ അതുകൊണ്ട് തന്നെ ആ സന്തോഷം കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. പോട്ടെ. എന്ത് പണി എന്താണ്? കൂലി വില ഒന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഒരാളെ പണി ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. അവര് ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹം ഇവിടെ നിന്നോണ്ട് ജോലി ചെയ്യുക. ഇവിടെ നിന്ന് കഥ പറഞ്ഞാൽ പുള്ളിയെ കൊണ്ട് ജോലി ചെയ്യാനും സമ്മതിക്കത്തില്ല. ഇതൊക്കെ കൊണ്ടാണ് ഈ സമയത്ത് തച്ച് കൊടുക്കാത്ത ഓരോരുത്തരും. നമ്മളെ എല്ലിപ്പെടുന്നില്ല. അപ്പോൾ എന്തായാലും നടക്കട്ടെ. നിങ്ങൾ സന്തോഷം കാണാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. നമുക്ക് നാളെ കാണാം.